ഈ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് പേര് ഞാൻ ഇന്ത്യയിൽ പലയിടത്തും ഞാൻ കുറഞ്ഞതൊരു 120 പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഇത്തരം വിഷയങ്ങളിൽ. പക്ഷെ അപ്പോഴും അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് പോലും കാലാവസ്ഥാ വ്യതിയാനം എന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. അതെന്തോ ചൂട് വരുന്നു. അപ്പം ഞാൻ ഒരിക്കൽ തൃശ്ശൂർ നമ്മുടെ പ്രളയം കഴിഞ്ഞ് നടന്നൊരു സെമിനാറിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ 1.5 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് ചോദിക്കുന്ന സമയത്ത് ചോദിച്ചു, സാറേ ഈ 29 ഡിഗ്രിയൊക്കെ ചൂടുള്ള കേരളത്തിൽ 1.5 ഡിഗ്രി കൂടിയാൽ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, ആഗോള ശരാശരി വ്യവസായ വിപ്ലവത്തിന് മുമ്പ് 14 ഡിഗ്രി ആയിരുന്നു ആഗോള ശരാശരി. എന്ന് വെച്ചാൽ ബിലോ 0 ഡിഗ്രിയിലുള്ള പോളാർ റീജിയൻസിൻ്റെ ടെമ്പറേച്ചറും 40 ഡിഗ്രി 45 ഡിഗ്രിയുള്ള നമ്മുടെ മരുഭൂമിയിലെ ചൂടും ഇതിൻ്റെ എല്ലാം കൂടെ ശരാശരി എടുക്കുന്നതായിരുന്നു ഈ 14 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ 14 ഡിഗ്രി എന്നുള്ള 1.5 ഡിഗ്രി കൂടുന്നെന്ന് പറയുമ്പോൾ അവിടെ ഉരുകി തുടങ്ങും, പോളാർ റീജിയൻസ് ഉരുകി തുടങ്ങിക്കഴിഞ്ഞു. അത് ചെറുതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി അടുത്ത ഒരു 20 വർഷത്തിൽ എങ്ങനെ സംഭവിക്കുന്നൊക്കെ പുസ്തകത്തിൽ അതിനുള്ള അനാലിസിസ് ഉണ്ട്. അപ്പോൾ ഈ പോളാർ റീജിയൻസ് ഉരുകി തുടങ്ങുമ്പോൾ ഇതൊന്നും നമ്മൾ എത്തിപ്പിടിക്കാത്ത കാര്യങ്ങളായിരുന്നു. പോളാർ റീജിയൻ അത് എത്ര 10,000 കിലോമീറ്റർ ദൂരെ, നമുക്കെന്താ പറ്റുക? പക്ഷേ അത് നമ്മളെ വളരെ വലിയ രീതിയിൽ സമുദ്രം ഉയരാനുള്ള സാധ്യതകൾ, ഈ ലോകത്തിൻ്റെ എക്കണോമിക് പവർ ഹൗസസ് എന്ന് പറയുന്നത് നഗരങ്ങളാണ്. മിക്കവാറും നഗരങ്ങൾ കടൽക്കരയിൽ അല്ലെങ്കിൽ നദിക്കരയിലാണ്. നഗരങ്ങൾ വളരുന്നത് അങ്ങനെയാണ്, ഈ സിവിലൈസേഷൻ വളർന്നിട്ടുള്ളത് അങ്ങനെയാണ്. അതുപോലെ നമ്മുടെ തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഇതിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ അവ ധാരാളം കടൽക്കരയിലാണ് കൂടുതലും. തുറമുഖം കടൽക്കരയിലായേ പറ്റൂ. പക്ഷെ വിമാനത്താവളങ്ങൾ പലതും കടൽക്കരയിലാണ്. നമ്മൾ ലോകത്ത് യാത്ര ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് സാമ്പത്തിക വ്യവസ്ഥയെ ഈ കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ 2018 കണ്ടില്ലേ. കേരളം, ഞാൻ 2018 പ്രളയം കഴിഞ്ഞിട്ട് നമ്മുടെ തെക്കൻ ഭാഗത്തുള്ള തൃശ്ശൂർ തൊട്ട് ഇങ്ങോട്ട് 5 ജില്ലകളിൽ ഞാൻ യാത്ര ചെയ്തു. എന്താ സംഭവിച്ചെന്നറിയാം. കാരണം ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ കേരളം എന്നെ സംബന്ധിച്ച് വളരെ സുരക്ഷിതമായ ഒരിടം എന്ന് ഞാൻ കരുതിയിരുന്ന ഒരു സ്ഥലമാണ് കേരളം. നമ്മൾ യുദ്ധം കണ്ടിട്ടില്ല, കാര്യമായ യുദ്ധം. ടിപ്പുവിൻ്റെ പടയോട്ടോ അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മ കുളത്തിൽ യുദ്ധം നടത്തിയതോ ഇത്തരത്തിലുള്ള ചെറിയ യുദ്ധങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ കേരളത്തിന് പുറത്ത് അങ്ങനെയല്ല. കേരളത്തിന് പുറത്ത് ഇന്ത്യ കണ്ട യുദ്ധങ്ങൾ അല്ലെങ്കിൽ ലോകത്ത് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ. അപ്പോൾ കേരളം എന്നെ സംബന്ധിച്ച് വളരെ സുരക്ഷിതമായ ഒരിടമായിരുന്നു. 18 പ്രളയം എന്നെ വല്ലാണ്ട് ഒലച്ചു. അത് അന്ന് രസകരമായൊരു സംഭവം ഉണ്ടായി. ഞാൻ 2017 സാഹിത്യ അക്കാദമി എന്നെ നിർബന്ധിച്ച് എഴുതിച്ചൊരു പുസ്തകം ഉണ്ടായിരുന്നു, നഷ്ടമാകുന്ന നമ്മുടെ സ്വപ്നഭൂമി എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിനാണ് എനിക്ക് 2ാമത്തെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. അത് 2017 ഒക്ടോബറിലാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞാണ് ഓഖി സംഭവിക്കുന്നത്. അപ്പോൾ അത് ലൈബ്രറി കൗൺസിൽ വായനയ്ക്ക് കുട്ടികളുടെ വായനയ്ക്കായിട്ട് എടുത്തിരുന്നു, വായനാ മത്സരത്തിന്. അപ്പോൾ അവർ പറഞ്ഞു ഓതേഴ്സിനോട് സംസാരിക്കണം എന്ന് കുട്ടികളോട് പറഞ്ഞിരുന്നു. അപ്പോൾ കുട്ടികൾ ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നത്, ഈ ഓഖി സാറ് മുൻകൂട്ടി കണ്ടിരുന്നോ? ഇത് ഞാൻ പറഞ്ഞ്, ഈ ദുരന്തം മുൻകൂട്ടി കാണുന്നതല്ല എൻ്റെ ജോലി, ഇത് ചരിത്രമാണ്. നമ്മൾ ചരിത്രം പറയുകയാണ്. കേരളം എങ്ങനെ മാറി മറിഞ്ഞു എന്നുള്ളത്. കണ്ണൻ ദേവൻ ഹിൽസ് ഫോർ എക്സാമ്പിൾ, അവിടെ പോയി നിൽക്കുമ്പോൾ എനിക്ക് ഈ തേയിലക്കാടിൻ്റെ ഭംഗിയല്ല ഞാൻ കാണുന്ന അന്ന് ബ്രിട്ടീഷുകാർ വന്ന് അവിടെ തീയിട്ടും വെട്ടിത്തെളിച്ചും നമ്മുടെ മലകൾ ഇല്ലാണ്ടാക്കി അവിടെ ടീ ഗാർഡൻസും ഒക്കെ പണിതാണ്. ഇതാണ് എനിക്കവിടെ കാണാൻ കിട്ടുന്ന കാഴ്ച. അതുകൊണ്ട് ഈ കുറിഞ്ഞു പൂക്കുമ്പോഴൊന്നും ഞാനവിടെ പോകാറില്ല, എനിക്കത് കാണുകയും വേണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചുള്ള ചരിത്രം ആയിരുന്നു പരിസ്ഥിതി. അതൊരുപാട് 3 എഡിഷൻ ഇറങ്ങി നന്നായി വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമ്മളാണ്ട് 2018 മറന്നു. 2018 നമ്മൾ മറന്നില്ലേ, 19 ആവർത്തിച്ചു, ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർ, ഞാൻ ഒരു ദിവസം ഉറങ്ങുന്നതും വ്യായാമം ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒഴിച്ചാൽ ഇതേ ഉള്ളൂ പണി. രാവിലെ തൊട്ട് റിസർച്ചാണ് തൊഴിൽ. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. കാരണം അതൊരു സ്വഭാവമായിപ്പോയി. രാവിലെ എഴുന്നേറ്റ് ആദ്യം ടാബ്ലറ്റ് എടുത്ത് വെച്ചിട്ട് ഈ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കുക. ഞാൻ വരുന്നതിന് 2 ആഴ്ച മുമ്പ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാവോ, യൂറോപ്പിൽ സ്പെയിനിൽ 40 ഡിഗ്രി ചൂടായിരുന്നു, ആളുകൾ മരിക്കുകയാണ്. നമുക്ക് 40 ഡിഗ്രി പിടിച്ച് നിൽക്കാൻ പറ്റും, യൂറോപ്യൻസിന് പറ്റൂല. 40 ഡിഗ്രി അവർ മരിച്ചു വീഴും. സ്പെയിനിൽ 40 ഡിഗ്രി ആയിരുന്നു 2 ആഴ്ച മുമ്പ്. അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഈ
ലോകം നശിപ്പിക്കാൻ മുൻകൈ എടുത്ത ഈ പാശ്ചാത്യർ അല്ലെങ്കിൽ അമേരിക്കക്കാർ തന്നെ ഇതിൻ്റെ അപകടക്കെണിയിൽ വീണ് കിടക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരുപക്ഷെ എൻ്റെ വരാൻ പോകുന്ന ഒരു പുസ്തകം ഇത്തരത്തിലുള്ള ഷേപ്പ് ഓഫ് തിങ്സ് ടു കം എന്ന് പറഞ്ഞ് പണ്ട് ജോർജ് ഓർവെൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് 1929. അദ്ദേഹം സയൻസ് ഫിക്ഷനാണ് എഴുതിയത്. പക്ഷേ ഈ വരാൻ പോകുന്നതിൻ്റെ അതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇതിൽ ഇതുവരെ സംഭവിച്ചതിൻ്റെ കാര്യങ്ങൾ ചരിത്രമാണ് കൂടുതൽ. അപ്പോൾ വരാൻ പോകുന്ന എന്താണെന്നുള്ള ഒരു ധാരണ ഒരു 90% മനുഷ്യർക്കും ഇന്ത്യയിലില്ല. ലോകത്തുണ്ട് കേട്ടോ. ലോകത്ത് നമ്മൾ പോകുമ്പോൾ ധാരാളമുണ്ട്. എസ്പെഷ്യലി ചെറിയ തലമുറയിലുള്ള കുട്ടികൾക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള നല്ല ബോധമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു 3-4 പുസ്തകങ്ങളും എൻ്റെ മനസ്സിൽ കിടക്കുന്നു, ഇംഗ്ലീഷിൽ എഴുതണം എന്നുള്ളത്. ഇത് പക്ഷേ മലയാളത്തിലും ഏതെങ്കിലും രൂപത്തിൽ മലയാളത്തിൽ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞതുപോലെ, എസ് സാറ് പറഞ്ഞ പോലെ ഞാൻ ആ ആശയത്തോട് യോജിക്കുന്നു. കാരണം ഇപ്പം കൂടുതൽ കുട്ടികളും പുസ്തകമല്ല വായിക്കുന്നത്, ഇതാണ് ഓഡിയോ ആണ് കേൾക്കുന്നത്, യൂട്യൂബാണ്. പക്ഷെ യൂട്യൂബിൽ ഞാൻ ഈ അറിയാൻ വേണ്ടി തുറന്നു നോക്കും. മലയാളം യൂട്യൂബൊക്കെ ഏതാണ്ട് 90% ചവറാണ്. എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റിരുന്ന് ഈ മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഇപ്പം പ്രധാനമായിട്ടും രാഷ്ട്രീയക്കാരെ ചീത്ത വിളിക്കുക എന്നുള്ളത്, അതും വെറും 4ാംകിട ഭാഷയിലാണ്. അത് സഹിക്കാൻ പറ്റില്ല ഈ ചീത്ത വിളി, മനസ്സിലായില്ലേ? എന്നിട്ട് അവരുടെയൊക്കെ വ്യൂവർഷിപ്പ് കാണുമ്പോൾ ഞാൻ അതിശയിക്കും, മലയാളികൾക്ക് എന്താ പറ്റിപ്പോയത്, മനസ്സിലായില്ലേ? 4 ലക്ഷം 5 ലക്ഷമൊക്കെ വ്യൂ ഈ വെളുപ്പിന് എഴുന്നേറ്റെന്നുള്ള പരിപാടി പരത്തെറി പറച്ചിലാണ്, മനസ്സിലായി? അത് 4-5 ലക്ഷം പേരെ കാണുകയാണ്, മനസ്സിലായില്ലേ? വേറൊന്നും ഈ ലോകത്ത് ചിന്തിക്കാനില്ല. അപ്പോൾ ഈ ലോകത്ത് ഒരുപക്ഷെ നമുക്ക് ഇത്തരം രീതികൾ, സാർ പറഞ്ഞ പോലുള്ള രീതികൾ കൂടെ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള, ഞാനത് സാജനുമായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു, നമുക്കിങ്ങനെ എന്തെങ്കിലും ചെയ്യാമോ എന്നുള്ളത്. കുഴപ്പമില്ല അതിന്. പക്ഷേ വെസ്റ്റേൺ യൂട്യൂബേഴ്സൊക്കെ നമ്മൾ നോക്കിയാൽ, ഞാൻ ഈയിടെ അഭിജിത് ബാനർജി നോബൽ പ്രൈസ് കിട്ടിയ എക്കോണമിസ്റ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നല്ല ഒരു പയ്യനാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അവന് 2 കോടി സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള. അപ്പോൾ അവൻ ചോദിച്ചു, സാർ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യണ്ടേ, AI വന്നില്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യില്ല എന്നൊക്കെ ഉള്ള തരത്തിൽ ചോദിക്കുക. പുള്ളി ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഓടിപ്പോയി കേട്ടോ. പുള്ളി ഇപ്പോൾ സൂറിക്കിലാണ്, അഭിജിത് ബാനർജിയും ഭാര്യയും സൂറിക്കിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പുള്ളി പുസ്തകത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു എക്കോണമിസ്റ്റാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത് പ്രൊഡക്ടിവിറ്റി 5% കൂടുമോ എത്ര കൂടുമോ എന്നുള്ളതാണ് പ്രശ്നം, പ്രൊഡക്ടിവിറ്റി കൂടുന്നു എന്നുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര മനുഷ്യരെ നമ്മൾ ജോലിക്ക് പുറത്താക്കുന്നു എന്നുള്ളത്, ഇതാണ് പ്രശ്നം. അത്തരത്തിലുള്ള സമീപനങ്ങൾ ഈ ടെക് ടൈറ്റൻസ് എന്ന് പറയുന്ന 8 പേരുണ്ടല്ലോ ഈ ലോകത്ത്, ഇലൺ മസ്കിൽ നിന്ന് ആരംഭിച്ച് ചിലന്മാരൊക്കെ ഭ്രാന്തന്മാരാണ്. ഈ സാം ആൾട്ട്മാൻ എന്ന് പറയുന്നത് തനി ഭ്രാന്തനാണ്. കള്ളേ പറയൂ, തുറന്നാൽ കള്ളേ പറയൂ. ഒരു ചാപ്റ്റർ ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഞാൻ 6 മാസം കൊണ്ട് എഴുതിയ അധ്യായമാണത്. ഈ പുതിയ ഡേറ്റാ സെൻറ്റർ വരുന്നില്ല. ഇപ്പം നമ്മൾ ഇന്ത്യയിലും വരുന്നുണ്ട് ഡേറ്റാ സെൻറ്റർ, പക്ഷെ ആന്ധ്രയിൽ 2 ഡേറ്റാ സെൻറ്റർ വരുന്നുണ്ട്, 2ഉം 5 ഗിഗാവാട്ട്. ഞാൻ ഈ ഊർജ്ജത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ വാട്സാപ്പ് യൂസ് ചെയ്യാത്ത എന്താണെന്ന് പലരും എന്നോടും ചോദിക്കും. എനിക്കിൻ്റെ ഊർജ്ജ ഉപയോഗം നന്നായി അറിയാവുന്നതുകൊണ്ട് അടുത്ത ഒരു 20 കൊല്ലത്തിൽ ലോകത്തിലെ 50% ഊർജ്ജം ഈ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അത്ര ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റില്ല. ആന്ധ്രയിൽ വരുന്ന 2 ഡേറ്റാ സെൻറ്റേഴ്സ്, ഒരെണ്ണം 5 ഗിഗാവാട്ട് എന്ന് പറഞ്ഞാൽ 5000 മെഗാവാട്ടാണ്. കേരളത്തിൻ്റെ അത്രയും വൈദ്യുതി 1000 ഏക്കറിൽ നിൽക്കുന്ന ഈ ഡേറ്റാ സെൻറ്റർ ഉപയോഗിക്കും. അങ്ങനെ 2 എണ്ണം ആന്ധ്രയിൽ പണി തുടങ്ങി കഴിഞ്ഞു. നമ്മൾ എവിടുന്ന് ഈ വൈദ്യുതി? ഇപ്പം ഇന്നലെ ഞാൻ എൻ്റെ മകൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പഠിച്ച എക്കോണമിസ്റ്റാണ്. അവനോട് പറയുമായിരുന്നു. അപ്പോൾ അവൻ പറയാം, അച്ഛാ ഇത് ഇന്ത്യയിൽ വരില്ല. കാരണം എന്താ വെച്ചാൽ കൂടുതലൊന്നും വരാൻ പോകുന്നില്ല, കാരണം നമുക്ക് ഊർജ്ജമില്ല. നമ്മൾ 80% ഓയിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഹോർമൂസിൽ അടയ്ക്കുമ്പം നമ്മളിവിടെ വിറയ്ക്കുകയാണ്, മനസ്സിലായി? അതിൻ്റെ കാര്യം എന്താ? ഹോർമൂസിൽ കൂടെ 20 മില്യൺ ബാരലേ ഒരു ദിവസം കടന്നു വരുന്നുണ്ടായിരുന്നുള്ളൂ പണ്ട്. ലോകത്ത് ഒരു ദിവസം നമ്മൾ 100 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത് ശരാശരി. ചിലപ്പോൾ 100, 107, 110 വരെയൊക്കെ പോകും. അപ്പോൾ ഹോർമൂസ് അടച്ചപ്പം 20 മില്യൺ ബാരൽ വരുന്ന ഹോർമൂസ് അടച്ചപ്പം നമ്മൾ പാകം ചെയ്യാൻ പറ്റുമോ? സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ഫെർട്ടിലൈസർ ഇനി എങ്ങനെ ഉണ്ടാക്കും, മനസ്സിലായിരുന്നു? ഇതാണ് ഈ ഓയിലിൻ്റെ പ്രാധാന്യം ഈ ലോകത്തുള്ളത്. അപ്പം എൻ്റെ മകൻ പറയായിരുന്നു, നമ്മൾ ഊർജ്ജം ഇല്ലാത്ത രാജ്യത്ത് നമ്മളിത് എത്ര എണ്ണം ചെയ്യും, അതുകൊണ്ട് പേടിക്കേണ്ട, ഇന്ത്യയിൽ ഇതായിരുന്നു. പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ
അവിടെ വലിയ സിറ്റീസ് തന്നെയാണ് ഇവന്മാർ ഈ ഡേറ്റാ സെൻറ്റേഴ്സിന് വേണ്ടി പണിയുന്നത്. ഈലൺ മസ്കിൻ്റെ ഒരു ഡേറ്റാ സെൻറ്റർ ഇതുപോലെ ഒരു വലിയ ഹൈപ്പർ സ്കെയിൽ ഡേറ്റാ സെൻറ്റർ എന്നാണ് പറയുന്നത്. അയാൾ ചെയ്തത് എന്താണെന്നറിയാമോ? അയാൾ യൂറോപ്പിൽ അടച്ച തെർമൽ പവർ സ്റ്റേഷൻസ്, കോൾ പവർ സ്റ്റേഷൻസിൻ്റെ കംപ്ലീറ്റ് അത് മേടിച്ച് അപ്രൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് റീഇൻസ്റ്റാൾ ചെയ്യുകയാണ്. കൽക്കരി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ബേസ്ഡ് ആയിട്ടുള്ള തെർമൽ പവർ സ്റ്റേഷൻ. അപ്പോൾ അവിടെ ആളുകൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇപ്പോൾ സമ്മതിക്കുന്നില്ല. ഒന്ന്, അവരുടെ ഊർജ്ജ വില കൂടും. കാരണം ഇവന്മാർ എന്ത് വില കൊടുത്തും പവർ മേടിക്കും, കറണ്ടിൻ്റെ റേറ്റ് കൂടും. 2, വെള്ളത്തിൻ്റെ ക്ഷാമം. 3, ഇതൊരുപാട് ചൂട് പുറന്തള്ളും ഡേറ്റാ സെൻറ്റർ. ഇത് നമ്മൾ വിചാരിക്കും ഡേറ്റാ സെൻറ്റർ നമ്മൾ ഒരു കമ്പ്യൂട്ടറൊന്നുമല്ല. ഇത് ഒരു 1000 ഏക്കർ 1500 ഏക്കറിൽ പടർന്ന് കിടക്കുന്ന ഇതിൻ്റെ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ബേസിക് അസംബ്ലി യൂണിറ്റ്. പക്ഷെ അതിൻ്റെ കോടിക്കണക്കിന് യൂണിറ്റ്സ് ഒരു ഫാക്ടറിയായി അസംബിൾ ചെയ്തിട്ട് ഒരു വലിയ നഗരമാണിത്. വിർജീനിയ എന്ന് പറയുന്ന യു എസിൻ്റെ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ. അവിടെ ഒരു ഭാഗം തന്നെ ഈ ഡേറ്റാ സെൻറ്റേഴ്സാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റുകളായുള്ള റോജർ പെൻറോസ്, ഫിസിസിസ്റ്റാണ്, നോബൽ പ്രൈസ് കിട്ടിയാണ്. പുള്ളി പറഞ്ഞേക്കുന്നത് ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ബുദ്ധി ഉണ്ടാകാൻ പോണില്ല എന്നാണ്. കാരണം ഇതെന്താ ചെയ്യുന്നത്? ലോകത്ത് എഴുതി വെച്ച കാര്യങ്ങളെല്ലാം ഡേറ്റാ സെൻറ്ററിൽ ഫീഡ് ചെയ്തിട്ട് അതിനെ സ്റ്റാറ്റിസ്റ്റിക്കലി കോറിലേറ്റ് ചെയ്യുക. അതിനൊരു ടേം ഉണ്ട്, സ്റ്റൊക്കാസ്റ്റിക് പാരറ്റ് പ്രോബ്ലം. അത് മലയാളത്തിൽ പറഞ്ഞാൽ തത്തയില്ലേ, നമ്മൾ തത്തയെ സംസാരിക്കാൻ പഠിപ്പിക്കില്ലേ? അപ്പോൾ തത്തയെ സംസാരിക്കാൻ പഠിക്കാൻ നമ്മൾ തത്ത മാമ എന്ന് പറയുമ്പോൾ അത് മാമ എന്ന് പറയും. ഈ പണിയെ ഈ സാധനം ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ഒരു പുതിയ ബുദ്ധിയും ഇതിനകത്തുനിന്ന് ഒന്നും ഉണ്ടാകാൻ പോണില്ല. വെറും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കോറിലേഷൻ, ഉള്ള ഡേറ്റയിൽ നിന്ന് പിടിച്ചെടുക്കുക. ഇതിന് നമ്മുടെ ബുദ്ധിയുള്ളവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതിന് ഇത്രയും വലിയ എനർജി ഇൻഫ്രാസ്ട്രക്ചർ പണിത് വെക്കേണ്ട കാര്യം. പക്ഷേ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? 2018 മുൻപ് ഈ ലോകത്ത് $1 ട്രില്യൺ ഒറ്റ കമ്പനി ഇല്ലായിരുന്നു. ഇന്ന് ഒരൊറ്റ കമ്പനി, നിവിഡിയ എന്ന് പറയുന്ന ഇതിൻ്റെ ചിപ്സ് ഉണ്ടാക്കുന്ന GPU ചിപ്സ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഇന്നത്തെ വാല്യൂഷൻ 5 ട്രില്യൺ ആണ്. ഇതാണ് അവരുടെ വെൽത്ത്. ഇലൺ മസ്കിൻ്റെ വെൽത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ വായിക്കുന്നുണ്ടാവും. ഇലൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അക്യൂമുലേഷൻ്റെ ഒരു വലിയ പ്രോസസ്സ്. അതിനായിട്ട് അവർ എന്തും ചെയ്യും. സാം ഓൾട്ട്മാൻ പറയുന്ന കള്ളങ്ങളൊക്കെ ഇവരെല്ലാം പറയുന്നത് എന്താ പറയുക, ഒരു 3-4 കൊല്ലത്തിനുള്ളിൽ എല്ലാ ജോലിയും പോകും, നിങ്ങളുടെ എല്ലാം ജോലി പോകും. ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല. ഇത്രയും ജോലിയൊന്നും പോകാൻ പോണില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് പല എക്കോണമിസ്റ്റുകളും അത് പഠിച്ചെഴുതി കഴിഞ്ഞു. കാരണം ജോലികൾ നഷ്ടമാക്കുന്ന 3 തരത്തിലാണ്. ഒന്ന്, റോബോട്ട്സിനെ കൊണ്ട് ഇറക്കുക. ഗോഡൗണിൽ തൊഴിലാളി ചെയ്യുന്ന തൊഴിലാളിയുടെ ജോലി എടുക്കും, അത് റോബോട്ട്സ് ചെയ്യും, അങ്ങനത്തെ ഫലത്തിൽ. രണ്ടാമത്, പ്രോസസ് ഓട്ടോമേഷൻ എന്ന് പറയും. അതായത് സോഫ്റ്റ്വെയർ അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്തിട്ട് ഫാക്ടറികളിലെ പ്രോസസ്സ് നിയന്ത്രിക്കുക. അത് നടക്കും, കുറേ നടക്കും. പക്ഷേ ഈ ഏജൻറ്റിക് AI എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതാണ് ഉൽപ്പാദന രംഗത്ത് വ്യാപകമായി ഇപ്പം ഡെവലപ്പ് ചെയ്യുന്നത്. അത് 95% ഫെയില്യുവറാണ്. അത് ലാഭത്തിൽ നടത്താൻ പറ്റുന്നില്ലെന്നാണ് MIT പോലുള്ള സർവകലാശാലകളിൽ നിന്നുള്ള പഠനങ്ങൾ വരെ പറയുന്നത്. അതുകൊണ്ട് ഈ AI എല്ലാ ജോലിയും അങ്ങ് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിത് കുറേ ഇരുന്ന് വായിച്ചു നോക്കിയത് ഈ പറയുന്നതൊക്കെ. ഇവർ രാവിലെ എഴുന്നേറ്റ ഇലൺ മസ്ക് പറയുന്നത് 2 കൊല്ലത്തിലുള്ള ഈ വക്കീലന്മാരൊന്നും ഉണ്ടാവില്ല ഈ ലോകത്ത്, ഡോക്ടർമാരുണ്ടാവില്ല, ഇത്തരത്തിലുള്ള വർത്തമാനമാണ് പറയുന്നത്. പക്ഷെ അതുണ്ടാകാൻ പോണില്ല. പക്ഷേ ഇത് സർവീലൻസിനുള്ള ഒരു വലിയ ഉപയോഗമായി നമ്മുടെ ഡേറ്റ, നമ്മുടെ പ്രൈവസി കംപ്ലീറ്റ് തകർന്ന് കിടക്കുക. അപ്പോൾ ആരുടെ എവിടുന്ന് വേണമെങ്കിലും ആരുടെ ഡേറ്റ എടുക്കാൻ നമുക്ക് പറ്റും. ഹൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഡേറ്റയും ആരുടെ ഡേറ്റ ഇപ്പോൾ എടുക്കാം. ഒരു പ്രൈവസി ഇല്ല. ദർ ഇസ് നത്തിങ്, എവറിത്തിങ് ഈസ് അവൈലബിൾ. അത് പുസ്തകങ്ങൾ, ഇപ്പോൾ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു എൻ്റെ ഈ പുസ്തകം ചിലപ്പോൾ നെറ്റിൽ കിട്ടുമെന്ന്. മനസ്സിലായി? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജീവിതം, കുറേ ജോലികൾ പോകും കേട്ടോ, ജോലി പോവില്ല എന്നല്ല ഞാൻ പറയുന്നത്, കുറേ ജോലികൾ പോകും. അതാണ് ഞാൻ പറഞ്ഞത്. അഭിജിത്ത് ബാനർജി ചോദിച്ച ചോദ്യം, പ്രൊഡക്ടിവിറ്റി എത്ര ഇൻക്രീസ് ചെയ്യും, എത്ര മനുഷ്യരെ നമ്മൾ പുറത്താക്കും, ഈ മനുഷ്യർ എന്തിനാണ്? അതേ ചോദിച്ചാൽ മനുഷ്യർ പിന്നെ എന്തിനാണ്? അത് ഒരു, ഞാൻ പറഞ്ഞു നിർത്താണ്, ഒരു ലെഫ്റ്റിസ്റ്റാണെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു ആരൺ ബോസ്താനി എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. പുള്ളിയുടെ ഒരു നൊവാര മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ഒക്കെ ഉണ്ട്. പുള്ളി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഓട്ടോമേറ്റഡ് ലക്ഷറി കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ എല്ലാം ഓട്ടോമേറ്റ് ചെയ്തിട്ട് നമുക്കൊക്കെ വീട്ടിലിരിക്കാൻ ജോലിയൊന്നും ചെയ്യേണ്ട, പിന്നെ എല്ലാം സുഖം. അതൊരു വമ്പൻ വിട്ടിത്തമാണ്. അയാൾ കമ്മ്യൂണിസം എന്നാണ് അയാൾ പറയുന്നത്. നമ്മൾ ജോലി ചെയ്തേ പറ്റൂ, മാറ്റം വരണമെങ്കിൽ നമ്മൾ പിന്നെ തെരുവിലിറങ്ങിയേ പറ്റൂ. അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും പിന്നെ ഫേസ്ബുക്കിൽ കൂടെയും വിപ്ലവം ഉണ്ടാക്കാൻ ആരെ കൊണ്ടും പറ്റില്ല, അത് നടക്കില്ല. അത് നേപ്പാളിലൊക്കെ നടന്നത് വേറെ. നേപ്പാൾ ഒരു ചെറിയ രാജ്യമാണ്, അവിടെ കുറച്ച് പേര് കൂടിയാൽ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരും. ഇന്ത്യ വളരെ സങ്കീർണമായ ഒരു രാജ്യമാണ്.
ഇവിടെ അതൊന്നും നടക്കാൻ പോണില്ല. ഈ ഇൻസ്റ്റാഗ്രാം റീലും ഇപ്പം നടക്കണ്ടല്ലോ, എന്തോ കോക്രോച്ച് പാർട്ടിയോ മനസ്സിലായില്ലേ? ഇതൊക്കെ ഈ വന്ന് കൊഴിഞ്ഞു പോകാൻ പോകുന്ന സാധനങ്ങളാണ്. മനുഷ്യർ വേണം, മനുഷ്യർ തെരുവുകൾ വേണം, മനുഷ്യർ അധ്വാനിക്കണം. ഈ ഭൂമി നമ്മുടെ പൂന്തോട്ടമാണ്. പക്ഷെ ആ പൂന്തോട്ടത്തെ നമ്മൾ പൂന്തോട്ടം അല്ലാണ്ടാക്കി മാറ്റുന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഇത് നമ്മുടെ പൂന്തോട്ടമാണ്, നമുക്ക് അധ്വാനിക്കാനുള്ള സ്ഥലമാണ്. അത് ചില ലെഫ്റ്റ് റൈറ്റേഴ്സ് ഇതിലുണ്ട്, ദിസ് ഈസ് അവർ ഗാർഡൻ എന്നുള്ള രീതിയിൽ നമ്മുടെ അധ്വാനിക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ വർഷങ്ങളിലൂടെ എഴുതിയെടുത്ത ഒരു പുസ്തകം എന്നുള്ള എനിക്ക് വളരെ സന്തോഷം തന്ന ഒന്നാണ്. മലയാളത്തിൽ നിന്ന് ഞാൻ മാറിയുന്നു എന്നുള്ള വിഷമവും ഉണ്ടായിട്ടുണ്ട്. അതെന്നെ ചിലപ്പം ബുദ്ധിമുട്ടിക്കാറുമുണ്ട്. കാരണം ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ എന്നെ വളർത്തിയത് മലയാളമാണ്. അപ്പം കിട്ടുന്ന സമയം മലയാളത്തിലും തിരിച്ചു വരണമെന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുറച്ച് സമയം ഇത്തരം വിഷയങ്ങളെ കുറച്ചുകൂടി എഴുതിയെടുക്കാനുള്ളത് കൊണ്ട് ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എൻ്റെ ഇടപെടലുകളിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് 90% ആളുകൾക്ക് ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലായിട്ടില്ല. അത് എത്ര ഗൗരവതരമാണെന്ന് മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ മൂന്നാം അധ്യായത്തിൽ ഒരു 3-4 പേജിൽ ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ട് പ്രത്യാഘാതങ്ങൾ. അത് വായിച്ചാൽ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ കേരളം ഹൈഡ്രോ പവർ, ഞാൻ 1 മിനിറ്റ് കൂടി എടുക്കുള്ളൂ. ഹൈഡ്രോ പവറിലാണല്ലോ കേരളം, നമ്മുടെ ഒരു 30% വൈദ്യുതി വരുന്നത് ഹൈഡ്രോ പവറിൽ നിന്നാണ്. 30 അല്ല, ഒരുപക്ഷെ 20 ഉള്ളൂ ഇപ്പോൾ. ബാക്കി നമ്മൾ 80%-ഓളം നമ്മൾ സോളാറുണ്ട് നമുക്ക്. പക്ഷേ കൂടുതലും നമ്മളിപ്പോൾ 70%-ലും പവർ പുറത്തുനിന്ന് മേടിക്കുകയാണ്. ഇത് തന്നെ മലയാളികൾക്ക് പലർക്കും മനസ്സിലായിട്ടില്ല. നമ്മൾ ഈ സ്വിച്ച് ഇടുമ്പോൾ ഈ സാധനം ഇപ്പോൾ ഈ ഹാളിൽ തന്നെ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വിഷമമാണ്. ലൈറ്റ് ആവശ്യത്തിലധികം ലൈറ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മൾ മലയാളികൾ ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. നമ്മൾ മുറിക്ക് പുറത്ത് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും സ്വിച്ച് ഓഫ് ചെയ്യില്ല. ഫാനും കിടക്കും, ലൈറ്റും കിടക്കും, നമ്മൾ പോകും. അപ്പോൾ ഈ ഊർജ്ജം എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോഴും 70%-ലധികം പുറത്തുനിന്ന് മേടിച്ചാണ് നമ്മൾ കഴിയുന്നതെന്നുള്ള ബോധം മലയാളികൾക്ക് പോലുമില്ല. അതുപോലെ തന്നെയാണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യം. അതൊരു വെള്ളപ്പൊക്കം വന്ന് പോയി, സർക്കാർ ചെയ്തു, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്യാൻ. ഇതൊന്നും അല്ല വരാൻ പോകുന്നത്. സാറ് പറഞ്ഞതുപോലെ, അതായത് എൻ്റെ കണക്കിപ്പോൾ ജെയിംസ് ഹാൻസൺ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് സയൻറ്റിസ്റ്റാണ് ജെയിംസ് ഹാൻസൺ. ഇപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നു. പണ്ട് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറിയുടെ ഡയറക്ടറായിരുന്നു. പുള്ളി പറയുന്നത് 4.5 ഡിഗ്രി ഈ നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയും 3 ഡിഗ്രി ഏതാണ്ട് 2045 വരെയും 3 ഡിഗ്രിയിൽ നമുക്ക് ജീവിക്കാൻ തന്നെയാണ് പ്രയാസം. ആരോഗ്യ പ്രശ്നങ്ങൾ വരും. 38 ഡിഗ്രി കൂടിയ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ കൂടെ പഠിച്ച ഡോക്ടേഴ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഡോക്ടർ ശ്യാമളയുണ്ട്, ഡോക്ടർ ജലാലുദ്ദീനുണ്ട്. അവർക്കൊക്കെ അറിയാം 38 ഡിഗ്രി കൂടുമ്പോൾ നമ്മുടെ ശരീരം മാറി തുടങ്ങുക. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വലിയ സമസ്യകൾ, ഹൈഡ്രോ പവർ ഡാംസ് എല്ലാം വറ്റിക്കൊണ്ടിരിക്കുക ലോകത്ത് പലയിടത്തും. ഹൈഡ്രോ പവറിൽ നിന്നുള്ള പവർ ജനറേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക ലോകത്ത്. കാരണം വരൾച്ച വരുന്നു. ഈ പ്രതിസന്ധികളുടെ ഒരു വലിയ ലിസ്റ്റ് ഞാൻ 3-ാം അധ്യായത്തിൽ ഒരു 3-4 പേജിൽ ചുരുക്കി എഴുതിയിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് വികസിപ്പിക്കണമെന്നുണ്ട്. ഇത് എത്ര ഭയാനകമാണ്. ഇതും ആരാ ഏറ്റവും അധികം ബാധിക്കാൻ പോണത്? പുറത്ത് തൊഴിലെടുക്കുന്നവർ. ഇപ്പം എന്താ കേരളത്തിൽ പറഞ്ഞത്? ചൂട് കൂടിയപ്പോൾ 12 മണി തൊട്ട് 3 മണി വരെ ജോലി ചെയ്യണ്ട പുറത്ത്. അപ്പോൾ ആരുടെ വേതനമാണ് പോകുന്നത്? പാവപ്പെട്ടവൻ്റെ ആണ്. പുറത്ത് അധ്വാനിക്കുന്നവനാണ്. നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും കുറയും, അത് വേറെ കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ഭീഷണമായ ഞാനൊരു കാലത്ത് വലിയ ഓപ്റ്റിമിസ്റ്റ് ആയിരുന്നു. പറഞ്ഞു നിർത്തുകയാണ്. ഓപ്റ്റിമിസ്റ്റ് ആയിരുന്നു ഞാൻ. IAS എനിക്ക് 9 വർഷം സർവീസ് ബാക്കിയുള്ളപ്പോഴാണ് ഞാൻ പുറത്തിയായിട്ട് ഈ സ്ഥാപനം തുടങ്ങുന്നത്. അത് വളരെ വിഷമമുള്ള കാര്യമാണ്. 22-ാം വയസ്സിൽ IAS കയറിയ ഒരാളെ സംബന്ധിച്ച് IAS വിടുക എന്ന് വെച്ചാൽ പ്രയാസമുള്ള കാര്യമാണ്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. IAS ഇരിക്കുമ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് അതിനകത്ത്. സർവീസിൻ്റെ, അധികാരത്തിൻ്റെ ഉണ്ട്, പലതുമുണ്ട്. അപ്പോൾ ഞാൻ 9 വർഷം ബാക്കി നിൽക്കുമ്പം മഹാരാഷ്ട്രയുടെ ചീഫ് സെക്രട്ടറി ആവാൻ ഉള്ള ലൈനിൽ നിൽക്കുമ്പോഴാണ് ഞാൻ പുറത്തിയാടിയത്, ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നതും ഊർജ്ജത്തിനെ കുറിച്ച് പ്രവർത്തിക്കുന്നതും. പക്ഷേ ഇപ്പോൾ അന്നത്തെ ശുഭാപ്തി വിശ്വാസം എനിക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം ട്രംപിനെ പോലുള്ള ഒരാൾ മതി ഈ ലോകം ഇല്ലാണ്ടാക്കാൻ. ഒറ്റയാൾ. ക്യാപിറ്റലിസത്തിൻ്റെ അങ്ങേയറ്റത്തെ രാജ്യമായ അമേരിക്കയിൽ ഇതുപോലൊരു പ്രസിഡന്റ് വന്നാൽ ലോകത്ത് നശിപ്പിക്കാൻ അയാൾ മതി. അയാൾ പറഞ്ഞേക്കുന്നത് എന്താ അറിയോ? ഭൂമിക്കടിയിലുള്ളതെല്ലാം ഞാൻ കുഴിച്ചെടുക്കും. ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും AI വന്നേ പറ്റൂ. എനിക്ക് ഇരട്ടി ഊർജം വേണം. ഡ്രിൽ ബേബി ഡ്രിൽ, അത് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഭ്രാന്തന്മാരെ ലോകത്തിൻ്റെ തലപ്പത്ത് വന്നിരിക്കുമ്പോൾ അമേരിക്കയിൽ ഒരാളുടെ പെർ ക്യാപിറ്റ എമിഷൻ 28 ടണ്ണാണ്. 28-30 ടണ്ണാണ് ഒരാളുടെ എമിഷൻ. നമ്മൾക്ക് 1.5 ടൺ 2 ടണ്ണാണ് ഇന്ത്യയിലത്.
കണക്കുകളിലേക്കൊന്നും ഞാൻ പോകില്ല, അതൊക്കെ ഭയങ്കര ഭീഷണമായ കണക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നില്ല. ചിത്രസേനൻ്റെ അടുത്ത് പുസ്തകമുണ്ട്, ഞാൻ എൻ്റെ പുസ്തകം മാർക്കറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് വായിക്കാൻ ഞാനായിട്ട് പറയുന്നില്ല. പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതിയതാണ്, ഒരുപാട് അധ്വാനിച്ച് എഴുതിയതാണ്. അത് വായിക്കപ്പെടുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ്റെ സന്തോഷം. ഇനിയുമുണ്ട് പുസ്തകത്തിൻ്റെ റിലീസ്. തൃശ്ശൂരുണ്ട് ജൂലൈ 3-ാം തീയതി, പിന്നെ ജൂലൈ 9-ാം തീയതി ഡൽഹിയിലുണ്ട്. ഡൽഹിയിൽ കുറേ വളരെ പ്രസിദ്ധരായ ആളുകളാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഇത് കഴിയുന്നത്ര വായനക്കാരിലേക്ക് എത്തിക്കാൻ, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കയറുന്ന ആളല്ല, അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ രാവിലെ ഇത് എനിക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, പിന്നെ അതിൻ്റെ ഊർജ്ജ ഉപയോഗം, അങ്ങനെയൊക്കെ. എന്തായാലും പറ്റുന്നവർ വാങ്ങുക, വായിക്കുക എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട്, ഇന്ന് എൻ്റെ നാട്ടിൽ നിന്നൊക്കെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ലൈബ്രറിയുടെ പ്രവർത്തകർ, പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ, എഴുത്തിലൂടെ ലഭിച്ച സുഹൃത്തുക്കളുണ്ട്, പലരും ഉണ്ട്, മിക്കവാറും എല്ലാവരും അറിയാവുന്നവരാണ്. വന്നതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ചും എൻ്റെ വ്യക്തിപരമായ ഞാൻ ഡോക്ടർ തോമസ് ഐസക്കിനെയും ശ്രീ ജി ശങ്കറിനെയും ഡോക്ടർ ടി പി കുഞ്ഞിക്കണ്ണനെയും സാജനെയും എല്ലാവരെയും ഞാൻ വ്യക്തിപരമായ നന്ദി പറയുന്നു. എല്ലാവരെയും എനിക്ക് കുറേ നാളുകളായിട്ട് അറിയുന്നതാണ്. ഞങ്ങൾ ശ്രീ ശങ്കറിനെ കുറിച്ച് ഞങ്ങൾ ഒരിക്കൽ ഒരു ലിറ്റററി ഫെസ്റ്റിവലിന് ഞങ്ങൾ രണ്ടും മാത്രം ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. എന്നാണ് ഞാൻ ഇദ്ദേഹത്തെ ശരിക്കും ആദ്യമായി അറിയുന്നതും സംസാരിക്കുന്നത്. ഞങ്ങൾ രണ്ടും മാത്രമായിട്ട് സ്റ്റേജിലൊരു മ്യൂച്വൽ ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. താങ്ക് യു.